ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ശബരിമല സ്വർണ്ണ കവർച്ച അന്വേഷണം ഏതു നിമിഷവും അട്ടിമറിക്കപ്പെടുമെന്ന് PV അൻവർ. മതങ്ങളെ പുച്ഛിക്കുന്ന വിശ്വാസികളെ എന്താ ഒരു നിലക്കും മുഖവിലക്കെടുക്കാത്ത ഒരു വിഭാഗത്തിന്റെ കയ്യിൽ കേരളത്തിലെ ഈ വിശ്വാസി സമൂഹത്തിന്റെ ഈ അമ്പലങ്ങളും ദേവസ്വവും ഏൽപ്പിച്ചാൽ ഇതല്ല സകല അയ്യപ്പന്മാരെ അടിച്ചു മാറ്റും. എനിക്കതിൽ പറയാനുള്ള ബഹുമാനപ്പെട്ട കോടതിയിൽ ഇടപെടണം. ഇവിടുത്തെ എല്ലാ ദേവസ്വം സ്വത്തുകളും പരിശോധനാ വിധേയമാക്കണം. എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് ഈ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് ഇതിനുള്ള രാഷ്ട്രീയ പരിഹാരം എന്താണ് എന്ന് സ്വയം വിശ്വാസി സമൂഹം ആലോചിക്കണം എന്ന് തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇന്നലത്തെ പോസ്റ്റിങ്ങോട് കൂടിയിട്ട് ഞാൻ ഇത്ര വികാരപരമായി ഇത് പറയുന്നതിൻ്റെ കാരണം. കൃത്യമാണ്, പ്രീ പ്ലാൻഡ് ആണ്. ഇതും അട്ടിമറിക്കപ്പെടും, ഒരു തർക്കവുമില്ല. ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി, എയർപോർട്ടിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി, ഈ കൊള്ളയും കൊള്ളിവെപ്പ് മുഴുവൻ ഈ നടത്തി, സകല തോന്നിവാസങ്ങളും നടത്തി, റിദാംബാസിനെ കൊന്ന് മാമിയെ തട്ടിക്കൊണ്ടുപോയി, കൃത്യമായ എവിഡൻസുകൾ മുഴുവൻ കൊടുത്തിട്ട് അത് മുഴുവൻ മുക്കിയ ഉദ്യോഗസ്ഥന്മാരും അതിൽ പങ്കാളികളായവരെയും പരിപാവനമായ ഈ പറയുന്ന ശബരിമല ക്ഷേത്രം അവരുടെ കയ്യിലേൽപ്പിക്കാനാണ് ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതും ഇതിനപ്പുറവും നടക്കും. ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. മലബാർ ദേവസ്വം ബോർഡിനടക്കം കൊള്ള നടക്കുകയാണ്. ശബരിമല സന്നിധാനത്ത് സുജിത് ദാസിനും പമ്പയിൽ പൂരം കലക്കിയ അങ്കിത് അശോകിനും ചുമതല നൽകി ഉത്തരവിറക്കിയിട്ടുണ്ട്. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ ശബരിമലയിൽ നിയോഗിച്ചത് അന്വേഷണം അട്ടിമറിക്കാനാണെന്നും PV അൻവർ കൂട്ടിച്ചേർത്തു. ഇവരെ ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്തണം. ഉദ്യോഗസ്ഥരിൽ നിന്നും അന്വേഷണം രാഷ്ട്രീയക്കാരിലേക്ക് എത്തിയിരിക്കുകയാണെന്നും അതിനാൽ ഏത് നിമിഷവും അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നും PV അൻവർ പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ഇടതുപക്ഷത്തിന് എതിരെ നിൽക്കും. അതിന് ആരുമായൊക്കെ സഹകരിക്കാമോ അവരുമായൊക്കെ സഹകരിക്കുമെന്നും UDF-ഉമായി ചേർന്നാണ് പ്രചരണമെന്നും അദ്ദേഹം പറഞ്ഞു. വിട്ടുവീഴ്ച ചെയ്ത് സഹകരിക്കണമെന്നാണ് UDF-ലെ താഴെ തട്ടിൽ നിന്നുള്ള അഭ്യർത്ഥന. ഒരു മിനിമം നീതി പ്രവർത്തകർക്ക് UDF-ൽ നിന്നുണ്ടാകും എന്നത് തന്നെയാണ് പ്രതീക്ഷയെന്നും അൻവർ കൂട്ടിച്ചേർത്തു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.